ഹലോ മക്കളെ, ഹായ്. ഓക്കെ, അപ്പൊ നമ്മളിത് ബേസിക് സയൻസിന്റെ എക്സാമും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്നു അല്ലെ. കുറച്ച് ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നില്ലേ? ഈസി ആയിരുന്നു തോന്നുന്നു അല്ലെ. ശരി, അപ്പൊ നമുക്ക് വേഗം എന്ത് ചെയ്യാം, എക്സാം പേപ്പർ ഡിസ്കഷൻ ഒന്ന് ചെയ്യാം അല്ലെ. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് എന്ത് ചെയ്യാം, ആൻസർ ചെയ്ത് പോവാം. ഓക്കെ, ശരിയടാ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. എടാ, അതിൻ്റെ അകത്ത് ഈസി ഉള്ള കാര്യമാണ്. ലിവിങ് തിങ്സ്, നോൺ ലിവിങ് തിങ്സ്, ജീവനുള്ളതും ജീവനില്ലാത്തതും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലാസിഫൈ ചെയ്ത് ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് പട്ടികയാക്കിയിട്ട് എഴുതുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. അപ്പൊ ഫസ്റ്റ് വൺ ക്രെയിൻ ആണ് അല്ലെ. കൊക്കിന്റെ കാര്യമുണ്ട്, പിന്നെ വെള്ളം, വാട്ടർ ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, സ്റ്റോൺ ഉണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് എ വന്നേക്കണത് എന്തായിരിക്കും? ഇപ്പുറത്ത് തൊട്ടപ്പുറത്ത് നമുക്ക് നോൺ ലിവിങ് ആകുമ്പോൾ ഇപ്പുറത്ത് എങ്ങനെ ആയിരിക്കും? ലിവിങ് ആയിരിക്കും കൊടുക്കേണ്ടത് അല്ലെ. പിന്നെ അതിൽ തന്നെ ക്രെയിന് ലിവിങ് ആണ്, ജീവനുള്ളതാണ്. പിന്നെ അതിൽ തന്നെ ജീവനുള്ളതാണ് ആരുടെ? നമ്മുടെ ഫ്രോഗ് അല്ല, തവളയ്ക്കൊന്നുണ്ട്, ജീവനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫ്രോഗും അതേപോലെ തന്നെ ക്രെയിനും രണ്ടും ഏതിലാ വരുന്നേ? ജീവനുള്ളത് അല്ലെ. ജീവനുള്ളവ അല്ലെങ്കിൽ ലിവിങ് തിങ്സിലായിരിക്കും നമുക്ക് വരുന്നത് അല്ലെ. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പട്ടികയാണ് കൊടുത്തേക്കണേ. പിന്നെ അതിൽ തന്നെ ബിയും ഡിയും എന്താന്ന് ഓർത്തിട്ടുണ്ട്? വാട്ടറും സ്റ്റോണും ആയിട്ട് എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും? ഫുൾ മാർക്ക് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ചെറുതാണ് അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കിട്ടാവുന്നതാണ്. എടാ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയേക്കാം. ഫുഡ് കാർഡ്സ് ആണ് കൊടുത്തേക്കണത്. ഓരോരോ ക്രീച്ചേഴ്സ്, ഓരോരോ ഓർഗാനിസംസ് ഉണ്ട്, അവർ കഴിക്കുന്ന ഫുഡുകൾ ഏതൊക്കെയെന്നാണ് കൊടുത്തേക്കണേ ഓരോരോ കാർഡായിട്ട്. കാർഡ് എ ഉണ്ട്, കാർഡ് ബി ഉണ്ട്, രണ്ട് കാർഡായിട്ടാണ് കൊടുത്തേക്കണത് അല്ലെ. വിച്ച് വൺ ഓഫ് ദ കറക്റ്റ് ഫുഡ് കാർഡ് എന്നാണ് ചോദിച്ചേക്കണേ. കറക്റ്റ് ഫുഡ് കാർഡ് ഇതിൽ എ ആണോ ബി ആണോ എന്ന് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നോക്കിയിട്ട് പറയാ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പ്രിപ്പയർ എ ഫുഡ് കാർഡ് ഓഫ് എനി ക്രീച്ചർ എന്ന് പറയുന്നത്. വേറെ ഒരു ക്രീച്ചറിനെ കൂടി നമ്മൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഒരു ഫുഡ് കാർഡ് ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഇതിന്റെ ഏതായിരിക്കും കറക്റ്റ്? ഉറപ്പായിട്ടും കാർഡ് എ ആയിരിക്കും അല്ലെ. കാരണം എന്താ? ക്രോ കഴിക്കുന്നത് എന്തൊക്കെയാ? റിമെയിൻസ് ഓഫ് ഡെഡ് ഓർഗാനിസംസ്. എന്തെങ്കിലും മരിച്ച ഓർഗാനിസംസിന്റെ എന്തെങ്കിലും റിമെയിൻസ് ആയിരിക്കും. ഗ്രെയിൻസ് കഴിക്കും, ധാന്യങ്ങൾ കഴിക്കും, ഫുഡ് വേസ്റ്റ് കഴിക്കും, ഫ്രൂട്ട്സ് കഴിക്കും. ഇതെല്ലാം ക്രോ കഴിക്കുന്നതാണ് അല്ലെ, കാക്ക കഴിക്കുന്നതാണ്. ലയൺ കഴിക്കുന്ന നോക്കിയേ, സ്നേക്ക്, ലീവ്സ്, ഗ്രെയിൻസ് ഒന്നും സാധാരണ ലയൺ ഒന്നും കഴിക്കാൻ ചാൻസ് ഇല്ല. സ്നേക്കും സാധാരണ ലയണൊന്നും കഴിക്കാറില്ല. ഓക്കെ, ശരി. ഇനി അതുപോലെ തന്നെ പ്രിപ്പയർ എ ഫുഡ് കാർഡ് ഓഫ് എനി അതർ ക്രീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വേറൊരു ക്രീച്ചർ നമുക്കറിയാവുന്നത് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഒരു ക്യൂട്ട് ആയിട്ടുള്ള ആളാണ്. ആരാ? റാബിറ്റ് ഉണ്ട് അല്ലെ. റാബിറ്റിന്റെ ഫുഡ് കാർഡ് എന്തൊക്കെയാ? ഫുഡ് ഗ്രാസ് കഴിക്കാറുണ്ട്, ലീവ്സ് കഴിക്കാറുണ്ട്, ക്യാരറ്റ് ഏറ്റവും കൂടുതൽ കഴിക്കണതാണ് അല്ലെ. പിന്നെ വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം കഴിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇതേപോലത്തെ ഏത് ഓർഗാനിസം എഴുതിയാലും അത് ഈ മാർക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിക്കോളും. ഓക്കെ, ശരി. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഒരു പ്രസ്താവന ഉണ്ട്, അതിന്റെ റീസണുമായിട്ടാണ് കൊടുത്തേക്കണത്. അപ്പൊ വേഗം നോക്കൂ. ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഓർഗാനിസംസ് വിൽ സിവിയർലി അഫക്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് എ ഹാബിറ്റാറ്റ് എന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും ഓർഗാനിസംസ് അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളുടെ എണ്ണം കുറവാവോ കൂടുതലാവോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് എന്തിനെ അഫക്ട് ചെയ്യും? നമ്മുടെ ഹാബിറ്റാറ്റിന്റെ എക്സിസ്റ്റൻസ്, നിലനിൽപ്പിനെ അഫക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അതിന്റെ റീസൺ കൊടുത്തിട്ടുണ്ട്. എവരി organism in a habitat depends upon each other for food. ഓരോ ആൾക്കാരും അപ്പുറ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്? കറക്റ്റ് ആണ് അല്ലെ. അതിൽ തന്നെ അവരുടെ റീസൺ എങ്ങനെയാണ്? രണ്ടും കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ഈസ് കറക്റ്റ്. രണ്ടും ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, എടാ നീ അടുത്തൊരു ചോദ്യം നോക്കിക്കോ. ദ നമ്പർ ഓഫ് ക്യാൻസർ പേഷ്യന്റ് ഉണ്ടാ. ക്യാൻസർ പേഷ്യന്റ് കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കമ്മ്യൂണിക്കബിൾ ആണോ? പകരാൻ ചാൻസ് ഉണ്ട് അത് അല്ലേ? പകരില്ല അല്ലെ. അപ്പൊ അത് കമ്മ്യൂണിക്കബിൾ അല്ല. നോ ആണ് എന്റെ ആൻസർ. അതെങ്ങനെയായിരിക്കും? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിരിക്കും അത് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്ലാസിഫൈ ദ ഫോളോയിങ് ഡിസീസസ് ഇൻടു കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് 4 കൊടുത്തിട്ടുണ്ട്. കോളറ, അൽഷിമേഴ്സ്, ട്യൂബർക്ലോസിസ്, എപ്പിലെപ്സി, അങ്ങനെ 4 കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എന്ത് എഴുതാ? നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഒക്കെ എഴുതിയേക്കാം. കമ്മ്യൂണിക്കബിളും അതിൽ തന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസ് ആയിട്ട് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിക്കബിൾ ഉണ്ട്, നോൺ കമ്മ്യൂണിക്കബിൾ ഉണ്ട് അല്ലെ. അപ്പൊ പകരാൻ ചാൻസ് ഉള്ളതാണ് കോളറ, അതേപോലെ തന്നെ ട്യൂബർക്കുലോസിസ്. ഇനി പകരാത്ത ഡിസീസുകൾ അവരാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയാം. അവരാരൊക്കെയാ? അൽഷൈമേഴ്സും അതുപോലെ തന്നെ എപ്പിലെപ്സിയും. ഇവർ രണ്ടും എന്ത് ചെയ്യില്ല? പകരത്തില്ല. ഇനി ഓപ്ഷൻ സി. ഒരു മൂന്നാമത്തെ എന്തുണ്ട്? ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കിയേക്കാം. മൂന്നാമത്തെ ഉണ്ടാവും കൊടുത്തേക്കണേ. എ ചൈൽഡ് വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ജോണ്ടിസ്. ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം കൊടുത്താണ്. ഓക്കെ, ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ഹിസ് സിബ്ലിങ്സ് വാസ് ഓൾസോ ഡയഗ്നോസ്ഡ് വിത്ത് ദ സെയിം ഡിസീസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ,
അതായത് ഒരു കുട്ടിക്ക് മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ട്, കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടിയുടെ ബ്രദറിന് അല്ലെങ്കിൽ ആ ഒരു സിബ്ലിങ്, ബ്രദർ അല്ലെങ്കിൽ സിസ്റ്ററോ ആരെങ്കിലും ആവട്ടെ, അവർക്ക് എന്ത് വന്നിട്ടുണ്ട്? ഈ സെയിം ഡിസീസ് വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ? അതായത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന ഡിസീസിന്റെ പേര് എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തായിരിക്കും പേര്? തൊട്ട് പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എന്താ പറയുക പേരായിട്ട് വരുന്നത് അല്ലെ, പകരുന്ന ഡിസീസുകൾ. ഇനി സജസ്റ്റ് പ്രിക്കോഷൻസ് ടു ബി ഫോളോഡ് ടു പ്രിവെന്റ് സ്പ്രെഡ് ഓഫ് സച്ച് ഡിസീസ്. അതായത് അത്തരം ഡിസീസുകളെല്ലാം സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കാൻ അല്ലെങ്കിൽ പകരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും? ഓക്കെ, എന്തൊക്കെ മുൻകരുതലുകൾ? ഇതിവിടെ കുറച്ചെണ്ണം കൊടുത്തിട്ടുണ്ട്. മെയിൻറ്റെയിനിങ് പേഴ്സണൽ ഹൈജീൻ, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹൈജീൻ എപ്പോഴും നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക. ഡ്രിങ്ക് സേഫ് വാട്ടർ, ഓക്കെ, എപ്പോഴും ശുദ്ധമായിട്ടുള്ള വെള്ളം എന്ത് ചെയ്യുക? കുടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കുക. ഈറ്റ് ഹൈജീനിക് ഫുഡ് അല്ലെ, ഏറ്റവും നല്ല ഫുഡുകൾ കറയിട്ട് എന്ത് ചെയ്യുക? കഴിക്കാൻ നോക്കുക. പ്രോപ്പർ സാനിറ്റേഷൻ, വൃത്തി എപ്പോഴും എന്ത് ചെയ്യുക? പാലിക്കുക. ഇത്രയും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പകരുന്ന ഡിസീസുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കൊടുത്തേക്കുന്നത്. I depend on tree only for habitat. അതായത് വാസസ്ഥലത്തിന് വേണ്ടി മാത്രം, ഹാബിറ്റാറ്റിന് വേണ്ടി മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഐ ഡു നോട്ട് ടേക്ക് എനിത്തിങ് ഫ്രം ഇറ്റ്. അതിൽ നിന്ന് ഒന്നും എന്ത് ചെയ്യില്ല? എടുക്കത്തില്ല എന്നാണ് പറയുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് പ്ലാന്റ് ആം ഐ? ഉറപ്പായിട്ടും അതാരായിരിക്കും? എപ്പിഫൈറ്റുകളായിരിക്കും. അതിന്റെ ആൻസർ ആയിട്ട് എന്താ വരാം? ഓക്കെ, പാരസൈറ്റുകൾ ഒരിക്കലും അല്ല. ഓക്കെ, ശരി. ഇനി അവരുടെ 2 എക്സാമ്പിൾസ് ആണ് എഴുതാൻ പറഞ്ഞത്. നമുക്ക് ഒരു എക്സാമ്പിൾ ആണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ആരാ? കസ്ക്യൂട്ടാണ്. അതിൽ തന്നെ റഫ്ലേഷ്യം എന്താണ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി ഹൗ ഡു ടോട്ടൽ പാരസൈറ്റ് ആൻഡ് സെമി പാരസൈറ്റ് ഡിഫർ ഇൻ ദെയർ ഇൻടേക്ക് ഓഫ് ഫുഡ്? നമുക്ക് പൂർണ്ണ പരാതം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്തുണ്ട്? പകുതിയായിട്ടുള്ള അല്ലെ, ഹാഫ് ആയിട്ടുള്ള സെമി പാരസൈറ്റ്സ് ഉണ്ട്. അപ്പൊ അവരുടെ ഡിഫറൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിക്കോ, ടോട്ടൽ പാരസൈറ്റ്സ് അതായത് പൂർണ്ണ പരാതങ്ങൾ എങ്ങനെയാ? നമ്മൾ വാട്ടർ, മിനറൽസ്, ഫുഡ് അതെല്ലാം എന്താ ചെയ്യുക? ഈ ഹോസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റിൽ നിന്ന് മൊത്തമായിട്ട് ഇങ്ങനെ അബ്സോർബ് ചെയ്തെടുത്തിരിക്കും. ഓക്കെ, സെമി പാരസൈറ്റ്സ് പക്ഷെ അങ്ങനെയല്ല. വാട്ടർ, മിനറൽസ് കാര്യങ്ങളെല്ലാം അബ്സോർബ് ചെയ്യും. പക്ഷെ ഫുഡ് എങ്ങനെ ഇരിക്കും? അവർ സ്വന്തമായിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കി വരുന്നത്. ഓക്കെ, അതാണ് ഈ രണ്ടാൾക്കാർ തമ്മിലുള്ള എന്ത് വ്യത്യാസം? ടോട്ടൽ പാരസൈറ്റ്സും സെമി പാരസൈറ്റ്സും തമ്മിലുള്ള വ്യത്യാസമായിട്ട് വരുന്നത്. ഓക്കെ, കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ശരി, അതേ അടുത്തത് അതിന്റെ തന്നെ ഒരു ബി ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നേക്കണേ. ക്ലാസിഫൈ ദ ഫോളോയിങ് പ്ലാന്റ്സ് ഇൻ ടു ടോട്ടൽ പാരസൈറ്റ്സ്, സെമി പാരസൈറ്റ്സ്, അതേപോലെ തന്നെ എപ്പിഫൈറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ കുറച്ചധികം ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 3 ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യുക? പട്ടികപ്പെടുത്തുക, കറക്റ്റ് ആയിട്ടുള്ള പട്ടികളായിട്ട് എഴുതുക. അതാണ് എഴുതി വെച്ചത്. ടോട്ടൽ പാരസൈറ്റ്സിൽ ആരൊക്കെയാ? കസ്ക്യൂട്ട, റഫ്ലേഷ്യ, ഈ 2 ആൾക്കാരും ടോട്ടൽ പാരസൈറ്റ്സ് ആണ്. ഓക്കെ, ഇനി സെമി പാരസൈറ്റ്സ് ആയിട്ട് ലൊറാന്തസ് ഉണ്ട്, സാൻഡൽവുഡ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി എപ്പിഫൈറ്റ്സ് ആയിട്ട് വരുന്നതായിരിക്കും വാണ്ട, അതിൽ തന്നെ ഓർക്കിഡ്സ് എല്ലാം. ഇനി ഓൾ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഓൺ ട്രീസ് ആർ നോട്ട് പാരസൈറ്റ്സ് എന്നാണ് പറഞ്ഞത് അല്ലെ. എല്ലാ പ്ലാന്റ്സും ഇങ്ങനെ ട്രീസിൽ വളരുന്ന പ്ലാന്റ്സുകളെല്ലാം ഇങ്ങനെ പാരസൈറ്റ്സ് ആണോ? പരാജീവികളാണോ? ഒരിക്കലും അല്ല അല്ലെ. അപ്പൊ അത് നോ എന്ന് തന്നെയാണ് അവരുടെ എന്തായിട്ട് വരാ? ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ശരി, അപ്പൊ അത് യെസ് ആണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കണത് എങ്ങനെയാണ്? ശരിയാണ് അല്ലെ. ശരി, ഇനി സം പ്ലാന്റ്സ് സച്ച് ആസ് ഓർക്കിഡ്സ്, അതിൽ തന്നെ വേണ്ട, ഈ 2 ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എപ്പിഫൈറ്റ്സ് ആണ് അല്ലെ. അപ്പൊ ഇവർ വെറുതെ എന്തിനു വേണ്ടിയിട്ടാണ് വളരുന്നത്? വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ്, ഹാബിറ്റാറ്റിന് വേണ്ടി മാത്രമാണ് അല്ലെ. അവർക്ക് എന്തൊക്കെ വേണ്ടേ? ഒരു സപ്പോർട്ട് മാത്രം കിട്ടിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർ എങ്ങനെയായിരിക്കും? ഫുഡ് കുറച്ചൊക്കെ എടുക്കും. ഓക്കെ, ഇപ്പൊ ഇവരെങ്ങനെയാ? ഫുഡും കാര്യങ്ങളൊന്നും തന്നെ എടുക്കില്ല, വെറുതെ സപ്പോർട്ടിന് വേണ്ടി മാത്രം മതി ഇവർക്ക് അല്ലെ. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ എന്താ പറയാ? എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ഈ 2 എക്സാമ്പിൾസ്, എപ്പിഫൈറ്റ്സിന്റെ 2 എക്സാമ്പിൾസും എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് വച്ചേക്കുക. ഓക്കെ, ശരി. അപ്പൊ അതേ അടുത്തൊരു ചോദ്യമായിട്ടാണ് നമുക്ക് വന്നേക്കുന്നത്. ഒരു ന്യൂസ് പേപ്പറിന്റെ ഹെഡ്ലൈൻ ആണ് കൊടുത്തത്. നമ്പർ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇൻക്രീസിങ് എന്നാണ് പറയുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ, അതായത് പകരുന്ന ഡിസീസുകൾ എന്ത് ചെയ്യുക? കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്റ്റേറ്റിൽ. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഓൺ ഹൈ അലേർട്ട്. ഓക്കെ, അവർ ഭയങ്കര ജാഗ്രതയായിട്ട് നിൽക്കുകയാണ്. പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ പ്രിവെൻഷൻ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എങ്ങനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം അതിനെ പറ്റിയിട്ടുള്ള ഒരു പോസ്റ്റർ ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരു സാധാരണ ജസ്റ്റ് ഒരു പോസ്റ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വേണമെന്നില്ല, നിങ്ങളുടെ എങ്ങനെയാ ഒരു ക്രിയേറ്റിവിറ്റി വീതം പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു പോസ്റ്റർ ഉണ്ടാക്കുക. അപ്പൊ ആ പോസ്റ്ററിൽ മെയിൻ ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പോയിന്റുകളെല്ലാം എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇതിലൊരു 4 പോയിന്റെങ്കിലും മിനിമം എന്ത് ചെയ്യുക? ഇൻക്ലൂഡ് ചെയ്യുക. പേഴ്സണൽ ഹൈജീൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് കൈകൾ എന്ത് ചെയ്യുക? കഴുകുക. ഡ്രിങ്ക് സേഫ് ആൻഡ് ക്ലീൻ വാട്ടർ, നല്ല വെള്ളം, ശുദ്ധമായിട്ടുള്ള ജലം എപ്പോഴും കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈറ്റ് പ്രോപ്പർലി കുക്ക്ഡ്, ഏറ്റവും നല്ല കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡും ഹൈജീനിക് ആയിട്ടുള്ള ഫുഡും എന്ത് ചെയ്യുക?
കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും സറൗണ്ടിങ്സ് ചുറ്റുപാട് എപ്പോഴും ക്ലീൻ ആക്കിയിട്ട് വെക്കുക അല്ലെ. ഇനി അതുപോലെ തന്നെ നമ്മൾ ചുമക്കുക, തുമ്മ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും മുഖം എന്ത് ചെയ്യുക, പൊത്തി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അവോയ്ഡ് ക്ലോസ് കോണ്ടാക്ട്. ഇപ്പൊ ഒരാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ, അസുഖം ഉണ്ടെന്ന് വിചാരിച്ചോ, അയാളായിട്ട് എപ്പോഴും നമ്മൾ അടുത്തടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല, പെരുമാറാനൊന്നും പാടില്ല. ഇനി അതുപോലെ തന്നെ ചില കൂടിയ അസുഖങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും അതിനെതിരായിട്ടുള്ള വാക്സിനേഷൻസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, എടുക്കുക. അതാണ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഓൾ മൈക്രോ ഓർഗാനിസംസ് ആർ നോട്ട് ഹാംഫുൾ എന്നാണ് പറയുന്നത്. ശരിയാണ് അല്ലെ? ശരിയാണ്. എല്ലാവരും ഹാംഫുൾ ആയിട്ടുള്ള ആൾക്കാരല്ല. ഇനി ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്, വൈ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ശരിയാണ്, എഗ്രി ചെയ്യുന്നുണ്ട്. യെസ്, എഗ്രിങ്. നോട്ട് ഓൾ മൈക്രോ ഓർഗാനിസംസ് ആർ പാത്തോജൻസ്. ചില ആൾക്കാർ എങ്ങനെയായിരിക്കും, നമുക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും, ഗുണം തരുന്ന ആൾക്കാരുണ്ട്. അവരിലാണ് കുറച്ച് ആൾക്കാർ വരുന്ന ആരൊക്കെ, ആ ഡൈജഷനും അബ്സോർപ്ഷനും ഒക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ചില ബാക്ടീരിയാസ് ഉണ്ട്. ഓക്കെ, പിന്നെ അതുകൊണ്ട് ദോശ ബാറ്ററിന്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ അവര് ഫെർമെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ചില ബാക്ടീരിയാസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ബാക്ടീരിയാസും ഫംഗൈസ് ഒക്കെ എന്താ ചെയ്യാ, ഈ ഡെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ, നമ്മുടെ ഭൂമിയിലൊക്കെ കിടക്കുന്നത്, അവരെല്ലാവരും എന്ത് ചെയ്യും, മൊത്തം ന്യൂട്രിയൻസ് ആക്കിയിട്ട് ഡീകമ്പോസ് ചെയ്തിട്ട് അത് എന്തിലേക്ക് കൊടുക്കും, മണ്ണിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ പോയിന്റുകളായിട്ട് വരുന്നതാണ്. ഓക്കെ, ശരി. അടുത്തൊരു ചോദ്യമാണ്, നെയിം ഓഫ് എ ഫ്യൂ ഡിസീസസ് ആൻഡ് പാത്തോജൻസ് ആർ ഗിവൺ ബിലോ. കുറച്ച് ഡിസീസുകളും അവരുടെ പാത്തോജൻസ്, ഓക്കെ, ആ ഡിസീസ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ പേരാണ് കൊടുത്തത്. ചൂസ് ദ കറക്റ്റ് പെയർ എന്നാണ് പറഞ്ഞത്. കറക്റ്റ് ആയിട്ടുള്ള പെയർ ആയിട്ട് വന്നേക്കണത്, കോളറ ഉണ്ടാക്കുന്നത് വൈറസ് വഴിയല്ല, വൈറസ് അല്ല. COVID-19 ബാക്ടീരിയ അല്ല. ചിക്കൻ ബോക്സ് ഉറപ്പായിട്ടും എന്താണ്, വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. ഇനി ട്യൂബർകുലോസിസ് കൊടുത്തിട്ടുണ്ട്, അതും എങ്ങനെയാണ്, ഫംഗസ് അല്ല. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ചിക്കൻ ബോക്സ് വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. ഓക്കെ, ശരി. അതേ അടുത്തൊരു പിക്ചർ ആണ്. ആ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, സൺലൈറ്റ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, വാട്ടർ ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി വരുന്നത് ഉറപ്പായിട്ടും ആ ഒരു ഇലിസ്ട്രേഷന്റെ പേരെന്തായിരിക്കും, ഫോട്ടോസിന്തസിസ് ആണ് അല്ലെ, പ്രകാശ സംശ്ലേഷണമാണ് ആയിട്ട് വരുന്നത്. ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കിക്കോ. ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിന്റെ എക്സ്ചേഞ്ച് ആണ് കൊടുത്തത്. എയും ബിയും ഓരോരോ ഗ്യാസുകളാണ് നമുക്കറിയാം. പ്ലാന്റ്സ് ഡ്യൂറിങ് നൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കണേ അല്ലെ, ഇരുട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ രാത്രി സമയങ്ങളിലുള്ള ഒരു പ്രക്രിയയാണ് കാണിച്ചേക്കണേ. അപ്പൊ ആ പ്രക്രിയ വെച്ചിട്ടുള്ള ചോദ്യം നമുക്ക് നോക്കിയേക്കാം. വിച്ച് പ്രോസസ് ഇസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ പിക്ചർ. ആ പിക്ചറിൽ കൊടുക്കുന്ന പ്രോസസ് എന്താണെന്നാണ് പറയേണ്ടത്. അപ്പൊ രാത്രി നടക്കുമ്പോൾ അത് ഉറപ്പായിട്ടും എന്തായിരിക്കും, റെസ്പിറേഷൻ ആയിരിക്കും. ഓക്കെ, ശരി. ഇനി അതാണ് ഗ്യാസ് എയും ബിയും എന്താണെന്നാണ് പറയുന്നത്. റെസ്പിറേഷന്റെ സമയത്ത് അകത്തേക്ക് എടുക്കുന്നത് ഏതായിരിക്കും, നമ്മുടെ ഓക്സിജൻ ആയിരിക്കും അകത്തേക്ക് എടുക്കുന്നത് റെസ്പിറേഷന്റെ സമയത്ത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ റെസ്പിറേഷൻ കഴിയുമ്പോൾ പ്ലാന്റ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഉറപ്പായിട്ടും എന്തായിരിക്കും, കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ തരുമ്പോൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടും മാർക്ക് ചെയ്ത് വായിച്ച് നോക്കിക്കൊള്ളണം. നൈറ്റ് ആണോ ഡേ ആണോ എന്ന് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് നോക്കി വച്ചിട്ട് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, എടാ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു കോൺവെർസേഷനുണ്ട്, ഒരു സംഭാഷണമുണ്ട് രണ്ട് കുട്ടികൾ തമ്മിൽ. ഓക്കെ, എടാ റെഡ് സ്പിനാച്ച് കനോട്ട് മേക്ക് ഇറ്റ്സ് ഓൺ ഫുഡ് ബിക്കോസ് ഇറ്റ്സ് ലീവ്സ് ഡു നോട്ട് ഹാവ് ഗ്രീൻ കളർ എന്നാണ് പറഞ്ഞത്. ചൈൽഡ് 1 ആണ്, ഒരു കുട്ടി, ഫസ്റ്റ് കുട്ടിയാണ് പറഞ്ഞത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കുട്ടി പറയാണ് ഇറ്റ് ഡെഫിനറ്റ്ലി ക്യാൻ, അതായത് അവന് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, റെഡ് സ്പിനാച്ച് ഓൾസോ മേക്സ് ഇറ്റ്സ് ഓൺ ഫുഡ് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ ഇതിൽ ഏത് കുട്ടിയായിരിക്കും കറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കണേ? വിച്ച് ചൈൽഡ്സ് ഒപ്പീനിയൻ ഡു യു എഗ്രി വിത്ത് ആൻഡ് വൈ എന്നോടും ചോദിച്ചിട്ടുണ്ട്, എന്താണ് കാരണം എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ചൈൽഡ് 2 ആയിരിക്കും കറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കണേ അല്ലെ. എങ്ങനെയായിരിക്കും നോക്കിക്കോ, ചൈൽഡ് 2 ആണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. റെഡ് സ്പിനാച്ച് ആണെങ്കിൽ കൂടിയും അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, കാരണം അവർക്ക് എന്തുണ്ട്, വേറൊരു പിഗ്മെന്റ് ഉണ്ട്, വേറൊരു വർണ്ണകം ഉണ്ടായിരുന്നു. ആ വർണ്ണകത്തിന്റെ പേര് നമ്മൾ പഠിച്ചല്ലേ, ആന്തോസയാനിൻ എന്ന് നമ്മൾ പഠിച്ചാണ് അല്ലെ. അപ്പൊ ആ ഒരു പിഗ്മെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടത്താം. അതേപോലെ തന്നെ അവർക്ക് ഫുഡ് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റ് ആണ്. ഇനി നേടാ ആറാമത്തെ ചോദ്യമാണ്, ആറാമത്തെ എ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഓക്കെ, കംപ്ലീറ്റ് ദ ടേബിൾ കണ്ടെയ്നിങ് ഡിഫറെന്റ് ഡിസീസസ് ആൻഡ് വെക്ടേഴ്സ്. ഓരോരോ ഡിസീസസ് ഉണ്ട്, അവരുടെ എന്തുണ്ട്, വെക്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവരെങ്ങനെയാണ് ക്യാരി ചെയ്ത് കൊണ്ടുപോകണമെന്ന്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ഒന്ന് ഫില്ല് ചെയ്യാം. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അപ്പൊ വേഗം നോക്കിക്കോ. ഡെങ്കു ഫീവർ പരത്തുന്നത് ആരായിരിക്കും? മോസ്കിറ്റോ ആയിരിക്കും, കൊതുകായിരിക്കും. ഇനി അടുത്തത് ഹൗസ് ഫ്ലൈ പരത്തുന്ന ആരായിരിക്കും? കോളേറ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമായിരിക്കും പകർത്തുന്നത്. ഓക്കെ, ഇനി അടുത്തത് ലെപ്രസി അല്ലെങ്കിൽ കുഷ്ഠരോഗം എന്നൊക്കെ പറയും, അതാരായിരിക്കും? ഹ്യൂമൻസ് ആയിരിക്കും അതിന്റെ വെക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, എടാ ഇനി നോക്കിക്കോ. റൈറ്റ് 2 സജഷൻസ്
ടു ബി പ്രസന്റഡ് ഇൻ ദ സ്കൂൾ അസംബ്ലി അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡ്രൈ ഡേ എന്നാണ് പറയുന്നത്. ഓക്കെ, ഡ്രൈ ഡേ എന്ന് പറയുമ്പോൾ വെള്ളമില്ലാത്ത ഒരു ദിനമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ആചരിക്കുന്നത്. വെള്ളം ഇല്ലാണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമ്മുടെ ഈ മോസ്കിറ്റോസിന്റെ ഒക്കെ ബ്രീഡിങ് അതെന്ത് ചെയ്യാനാ തടയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വെള്ളം എവിടെയൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടോ ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യും? മോസ്കിറ്റോസ് വരും, അല്ലെങ്കിൽ കൊതുക് വന്നിട്ട് എന്ത് ചെയ്യും? മുട്ടയിടും, പുതിയ മോസ്കിറ്റോസ് ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലെ, അവർ പെരുകിക്കൊണ്ടിരിക്കും. ആ പെരുകുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ആചരിക്കുന്നത്? ഡ്രൈ ഡേ ആചരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള 2 സജഷൻസ് എന്ന് പറയാൻ വന്നത്, ഡ്രൈ ഡേ വൺസ് എ വീക്ക് എന്ത് ചെയ്യാം നമുക്ക് നടത്താം, ആഴ്ചയിൽ ഒരു ദിവസം വേണമെങ്കിൽ നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇനി അടുത്തത് റിമൂവ് സ്റ്റാഗ്നന്റ് വാട്ടർ ഫ്രം ദ കണ്ടെയ്നേഴ്സ്, കോക്കനട്ട് ഷെല്ല്, പോട്ടിലും ബോട്ടിൽസിലും അതിന് ചിരട്ടയിലൊക്കെ എന്തുണ്ടാവാം? ഈ വെള്ളം വന്ന് കിടക്കാനൊക്കെ ചാൻസ് ഉണ്ട്. കൂടുതലും മഴക്കാലത്തായിരിക്കും ഉണ്ടാവാൻ ചാൻസ്. അപ്പൊ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യണം എന്ന് പറയുന്നത്. സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം എല്ലാത്തും നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്ത് കളയണം. അതാണ് അതിന്റെ 2 ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് 6th ക്വസ്റ്റ്യന്റെ ബി ക്വസ്റ്റ്യൻ ആണ്. പാത്തോജൻസ് എൻ്റർ ദ ഹ്യൂമൻ ബോഡി ത്രൂ വെക്ടേഴ്സ് വഴിയാണ് അകത്തേക്ക് വരുന്നതെന്ന് അറിയാം. അപ്പൊ അതിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ആക്കാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ആക്കിയേക്കാം. എങ്ങനെയാണ്? ടെറ്റനസ് വരുന്നത് എപ്പോഴും സോയിൽ നിന്നായിരിക്കും. ഓക്കെ, സോയിൽ അല്ലെങ്കിൽ ചെളി വെള്ളം അല്ലെങ്കിൽ മണ്ണിൽ നിന്നൊക്കെ ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. ഇനി അതേപോലെ തന്നെ ടൈഫോയിഡ് ആണ് കൊടുത്തത്. ടൈഫോയിഡ് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന്? ഫുഡിൽ നിന്നും വാട്ടറിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുക? ഇതെല്ലാം സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ടു കൺട്രോൾ വെക്ടേഴ്സ്? ഈ വെക്ടേഴ്സിനെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചത്. എങ്ങനെയാ? ഡു നോട്ട് അലൗ വാട്ടർ ടു സ്റ്റാഗ്നേറ്റ്. ഒരിക്കലും കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങൾ ഉണ്ടാവാൻ പാടില്ല, നമ്മൾ അലോ ചെയ്യാൻ പാടില്ല, എപ്പോഴും നശിപ്പിച്ചാൽ. പിന്നെ കീപ് അവർ സറൗണ്ടിങ്സ് ക്ലീൻ ആൻഡ് ഡിസ്പോസ് ദ വേസ്റ്റ് പ്രോപ്പർലി. എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക. വേസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേസ്റ്റുകളുടെ അടുത്തും എന്ത് വരാം? വെക്ടേഴ്സ് എല്ലാം വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി കളയാം. അടുത്തത് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ വെക്ടർ? ആ കൊടുത്തതിൽ ഏതാണ് വെക്ടർ എന്നാണ് ചോദിച്ചത്. ഉറപ്പായിട്ട് എന്തായിരിക്കും? മോസ്കിറ്റോ ആയിരിക്കും. വൈറസ്, ഫംഗസ്, ബാക്ടീരിയ എല്ലാവരും ആരാ? പാത്തോജൻസ് ആണ് അല്ലെ. അപ്പൊ അതിന് ആകെ ഒരൊറ്റ വെക്ടർ ഉള്ളൂ. പരത്തുന്നത് ആരാ? മോസ്കിറ്റോസ് മാത്രമാണ്. ഓക്കെ, ശരി. അപ്പൊ ഇതോടുകൂടി നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇത് വെച്ചിട്ട് ഇനി തെറ്റിപ്പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ പഠിക്കാം. നമുക്ക് ലാസ്റ്റ് പരീക്ഷയ്ക്ക് എല്ലാം ഉപകാരം ഉണ്ടാവാനൊക്കെ ചാൻസ് ഉള്ളതാണ്. ഓക്കെ അല്ലേ? സെറ്റ്.